നാരായണ നാരായണ നാരായണ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ഗുരുവായൂരപ്പ. ഓം. ശ്രീമദ് അധ്യാത്മരാമായണം ബാലഭാഷിതം സ്വതന്ത്രം. അതിൽ ബാലകാണ്ഡത്തിൽ 4-ാമത്തെ അധ്യായം മുതൽ ഇപ്പോൾ പാരായണം ചെയ്യുന്നു. താടകാവധം തൊട്ട കഥകളാണ് ഇതിൽ പറയണത്. വിശ്വാമിത്രൻ്റെ യാഗരക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. ഓം. ശ്രീ മഹാദേവൻ പറഞ്ഞു: ഓം. വിഷ്ണു ഉടൽ പൂണ്ടു കോസലം തന്നിലായി രാമനായി വാഴുന്നതും കേട്ടു കൗശികൻ ചൊന്നാൻ. അയോധ്യയിൽ കണ്ടു ദശരഥൻ തൻ ഗുരുവൊത്തു വണങ്ങി യഥാവിധി. ആതിഥ്യമേകി നമിച്ചു പൂജിച്ചുടൻ ചൊല്ലി മഹാമുനെ: സജ്ജന സാന്നിധ്യം കൊണ്ടു ഞാൻ ധന്യനായി. ഒപ്പമൻ ഗേഹവും എൻ്റെ സുതന്മാരും രാജ്യവും പാവിതം. അങ്ങയെ പോലുള്ള ധന്യർ വരുന്നിടം സമ്പൽ സമൃദ്ധമാണെന്നതു നിശ്ചയം. വന്നതിൻ കാരണമെന്താകിലും ചെയ്യാം, സത്യം ചെയ്യുന്നു ഞാൻ കൗശിക മാമുനെ. പ്രീതനാം മാമുനി യോതി തനിക്കുള്ള കാമനയൊക്കെയും രാജനോടിങ്ങനെ. പുണ്യങ്ങൾ നേടുവാൻ ദേവ പിതൃപ്രീതി ലക്ഷ്യമായി വാവുന്നാൽ യജ്ഞങ്ങൾ ചെയ്യവേ. മാരീചനൊപ്പം സുബാഹുരാത്രിഞ്ചരും യാഗവിഘ്നം ചെയ്തു ദ്രോഹിപ്പു നിത്യവും. രാക്ഷസ നിഗ്രഹം ചെയ്യുവാൻ ശ്രീരാമൻ ലക്ഷ്മണ സോദരർ കൂടെ വന്നെന്നുടെ. യാഗത്തെ രക്ഷിച്ചുവെങ്കിലോ ശ്രേയസ് നിങ്ങൾക്കു നേടാം ഭഗവത് കൃപയതും. രാജൻ വസിഷ്ഠനോടാരാഞ്ഞു ഗൗരവം. ഖേദിക്കാതേറ്റമുചിതമോദീഹിതം ചെയ്യണം എന്നരുൾ ചെയ്തപ്പോൾ രാജാവു വീണ്ടും ഗുരുവോടായി ചോദിച്ചു സർവവും. ക്ലേശിച്ചു ഘോര തപസ്സിനാൽ സിദ്ധമീ 4 പേരും ദേവതുല്യർ മിടുക്കർ. ഈ എന്നടുത്തില്ലെങ്കിൽ ദുഃഖം സഹിക്കാതെ ജീവൻ വെടിയേണ്ടി വന്നിടും നിശ്ചയം. പക്ഷേ മുനിയോടെതിർത്തു പറയുവാൻ ശാപത്തെ ചെയ്താൽ കുലവും നശിച്ചിടും. എൻ വാക്ക് സത്യമായി തീരുവാൻ വേണ്ടുന്ന നല്ലൊരുപായം പറയണേ മാമുനെ. വിപ്രൻ ഗൃഹത്തിൽ അതിഥിയാൽ എത്തുകിൽ പൂജിക്കിൽ യാഗത്തിൻ സദ്ഫലമല്ലയോ. വസിഷ്ഠൻ പറഞ്ഞു: രാജ ദശരഥ കേൾക്ക വേണം സഖേ. ലോകഹിതാർത്ഥം മഹാവിഷ്ണു പാലകൻ ഭക്തരാം നമ്മയും ലീലയിൽ ചേർത്തതും അത്യന്ത ഗൂഢമാം ദേവരഹസ്യവും. മറ്റാരുമൊട്ടും അറിയുവാൻ പാടില്ല. രാമൻ പരബ്രഹ്മം തന്നെ മനൂജനായി ഭൂഭാരം തീർക്കുവാൻ ജാതനായി ഭൂമിയിൽ ബ്രഹ്മാവിൻ പ്രാർത്ഥനയ്ക്കൊത്തു നാരായണൻ. കശ്യപനങ്ങും അതിഥി കൗസല്യയും ആയേ മഹാഭാഗ്യം കൊണ്ടു രാമേച്ഛയാൽ. നിങ്ങളിരുവരും പൂർവജന്മങ്ങളിൽ എല്ലാം മറന്നു ത്യജിച്ചു ഭജിക്കയാൽ. പ്രത്യക്ഷനായി മഹാവിഷ്ണു ചോദിച്ചു: മോഹമെന്തുള്ളൂ പറയണം ഭക്തരെ. മായ കൊണ്ടപ്പോൾ ഭഗവാൻ സുതനായി തീരുവാൻ പ്രാർത്ഥിച്ചു മുക്തി മറന്നുപോയി. അങ്ങനെ തന്നെ എന്നുള്ള വരത്തിനാൽ പുത്രനായി തീർന്നു മഹാവിഷ്ണു പാലകൻ. ശംഖുചക്രങ്ങൾ ഭരത ശത്രുഘ്നരും ലക്ഷ്മണൻ ശേഷാംശം എന്നിവർ 4 പേർ. യോഗമായ ദേവി സീതാ മിഥിലയിൽ രാമനു വേണ്ടി ജനകന്റെ പുത്രിയായി. കൗശികനാകട്ടെ സീതയ്ക്കു രാമനെ വേൾക്കാനൊരുക്കങ്ങൾ ചെയ്യുന്നു ഗൂഢമായി. ആയതു കൊണ്ടങ്ങു പുത്രരെ കൗശികനൊപ്പം പറഞ്ഞയച്ചിടു ഭയം വിടു. ആമോദം പൂണ്ടു ദശരഥൻ രാമനെ ലക്ഷ്മണനൊപ്പം വിളിച്ചു നിറുകയിൽ. ചുംബിച്ചു കൗശികനായി കൊടുത്തുടൻ ശ്രീവസിഷ്ഠന്റെ വചസ്സു ശ്രവിക്കവേ. ഏറ്റം പ്രതാപിയാം കൗശിക മാമുനി സന്തുഷ്ടനായി രാമലക്ഷ്മണ ലാഭത്താൽ. ആശീർവദിച്ചു അഭിനന്ദനം ചെയ്തു വില്ലേന്തി വന്നൊരാ രാജകുമാരരെ. ബാണതൂണീരവും വാളും പരിചയും ഒക്കെ ധരിച്ചൊരാ വീരയോദ്ധാക്കളെ. കൂട്ടി നടകൊണ്ടു മാമുനി ഭക്തിയാൽ ഓതിപ്പോൾ 2 മന്ത്രങ്ങൾ സ്വശിഷ്യർക്കായി. ക്ഷീണവും ദാഹം വിശപ്പും മറക്കുവാനേകി ബലയും അതിബല എന്നിവ.
ചൊല്ലിക്കൊടുത്തു ചില യുദ്ധതന്ത്രവും മന്ത്രങ്ങളും ദിവ്യശസ്ത്രപ്രയോഗവും. ഗംഗ കടന്നുടൻ താടക വാഴുന്ന കാട്ടിലെത്തി മുനി രാമനോടിങ്ങനെ: സജ്ജനദ്രോഹിയാം താടകാരാക്ഷസി വധ്യയാണിപ്പോഴേ കൊല്ലുകെന്നാജ്ഞയാൽ. അങ്ങനെ തന്നെയെന്നോതി രഘുവരൻ വില്ലുമെടുത്തു ഞാൻ കെട്ടി ചടുതിയിൽ. ഉച്ചത്തിൽ ഞാൻ വലിച്ചുണ്ടാക്കി ശബ്ദവും താടകയും കേട്ടു വന്നു കോപത്തോടെ. രാമൻ തൊടുത്ത ശരമേറ്റു താടക ബോധം മറഞ്ഞു പതിച്ചു അവനിയിൽ. കാർമേഘവർണ്ണവും ഭീകരരൂപവും രാമബാണത്താൽ മുറിപ്പെട്ടു വീഴ്കവേ. മാറിൽ പതിച്ച ശരപ്പാടിൽ നിന്നുടൻ ധാരയായി രക്തം ഒഴുകി മരിച്ചുപോയി. ആ ജഡത്തിൽ നിന്നും അപ്പോഴേക്കും ഒരു സുന്ദരി യക്ഷി അലങ്കൃതമേറ്റവും രാമനെ ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ടു രാമാജ്ഞയാൽ നാഗലോകത്തെ പൂകിനാൻ. സന്തുഷ്ടനാം വിശ്വാമിത്രനും രാമനെ വാരിപ്പുണർന്നുടൻ ചുംബിച്ചു നെറ്റിയിൽ. ഗൂഢമന്ത്രങ്ങളും ശ്രേഷ്ഠ ദിവ്യാസ്ത്രവും ഏകി വരമായി മുനി രാമനപ്പോഴേ. ബാലകാണ്ഡം സർഗം 4 സമാപ്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർഗം 5 യാഗരക്ഷ. അഹല്യ ഉദ്ധാരണം, അഹല്യാമുക്തി. ഓം ശ്രീ മഹാദേവൻ പറഞ്ഞു: ഓം കൗശികൻ രാമനും ലക്ഷ്മണനുമൊത്തു കാടിൻ്റെ സൗന്ദര്യമാസ്വദിച്ചും കൊണ്ട് കാമാശ്രമത്തിൽ മുനിമാരുമൊത്തൊരു രാത്രി കഴിച്ചു. പ്രഭാതത്തിൽ യാത്രയായി സിദ്ധരും ചാരണരെല്ലാം വസിക്കുന്ന യാഗസ്ഥലത്തെത്തി. കൗശികൻ തന്നെ ശിഷ്യർക്കു മാമുനി നിർദ്ദേശം നൽകയാൽ ഗംഭീരമായി ചെയ്തു പൂജ ശ്രീരാമനായി. യാഗത്തിൻ്റെ രക്ഷയെ ശ്രീരാമനേറ്റുടൻ യാഗം തുടങ്ങുവാൻ ചൊല്ലി ഋഷിയോടായി. കാട്ടിത്തരേണമാ രാക്ഷസക്കൂട്ടത്തെ ആവാമെന്നേറ്റു യജിക്കുവാൻ പോയി ഋഷി. ഉച്ചയായപ്പോഴാ മാരീചനും മറ്റ് അസ്ഥിയും ചോരയും വർഷിച്ചു ഭൂമിയിൽ. രാമൻ ചെവിയോളം ഞാൻ വലിച്ചമ്പുകൾ വിട്ടു സുബാഹുവെ കൊന്നു. വേറൊന്നിനാൽ മാരീചനെ ശതയോജന പായിച്ചു സിന്ധുവിലിട്ടതോരത്ഭുതം തന്നെയായി. കൂട്ടാളി രാക്ഷസർ ലക്ഷ്മണനാൽ അപ്പോൾ കൂട്ടായി തന്നെ വധിക്കപ്പെടുകയും ചെയ്ത സമയത്തു ദേവകൾ പുഷ്പങ്ങൾ വർഷിച്ചു പാടി സ്തുതിച്ചു ഗന്ധർവരും. ദുന്ദുഭിധ്വാനം മുഴങ്ങിയ നേരത്ത് കൗശികനും പൂജ ചെയ്തു ശ്രീരാമനെ. ഭക്ത്യാ മുകർന്നു ഫലമേകി ധന്യനായി 3 ദിവസം പുരാണങ്ങളോദിയും. 4-ാം ദിവസം മിഥിലയിൽ പോകുവാൻ ശ്രീജനകൻ്റെ ധനുർയാഗം കാണുവാൻ. ശ്രീ മഹാദേവന്റെ ത്രയംബകം പൂജിച്ച യാഗസ്ഥലം തന്നെ ദർശിച്ച പുണ്യവും രാജാജനകന്റെ സ്നേഹവും നേരിടാം. പോകാം നമുക്കങ്ങു ഗംഗാതടം വഴി. ഗൗതമ പത്നി അഹല്യ ശിലയായി ഗംഗാതടത്തിൽ തപസ്സു ചെയ്യുന്നിടം. ദിവ്യപുഷ്പങ്ങളും വൻവൃക്ഷജാലവും സാധു മൃഗപക്ഷിവാസം വെടിഞ്ഞതും ഐശ്വര്യമുള്ള സ്ഥലം കണ്ട് ഏതെന്നു രാമൻ മുനിയോട് ചോദിച്ചു സാദരം. എന്തേ മഹാമുനെ, ജന്തുക്കൾ പോലും ഈ കായും കിഴങ്ങും ഫലവും ത്യജിക്കുവാൻ? ശുദ്ധജലം, മത്സ്യം, ആമ്പലും പത്മവും ദിവ്യസുഗന്ധം പരത്തുന്നു വായുവും. ആനന്ദദായിയാമീ പുണ്യഭൂമി തൻ സത്യം പറഞ്ഞു തരേണമേ മാമുനെ. വിശ്വാമിത്രൻ പറഞ്ഞു: ഹരേ കൃപ, പണ്ടു നടന്നൊരു കാര്യമോതാം. രാമബ്രഹ്മജ്ഞനായൊരു ഭക്തന്റെ സൽക്കഥ. ഗൗതമൻ എന്നൊരു ശ്രേഷ്ഠനാം ധർമ്മജ്ഞൻ വിഷ്ണുവെ നിത്യം തപസ്സു ചെയ്തെപ്പോഴും വാഴുന്ന കണ്ടു. വിധി തന്നെ സുത സുന്ദരി മോക്ഷേച്ചു ശുശ്രൂഷാഹല്യയെ പത്നിയായി ദാനം കൊടുത്തു. കൃതാർത്ഥനായി തുഷ്ടൻ മുനിയും തപം തുടർന്നു. തഥാ ഭീതനാമിന്ദ്രൻ തപസ്സു മുടക്കുവാൻ ചിന്തിച്ചഹല്യയെ പ്രാപിക്കുവാൻ ഖലൻ ആഗ്രഹിച്ചൊട്ടുനാൾ കാത്തിരുന്നു. അന്ന് ഗൗതമൻ സ്നാനാർത്ഥം പോയ നേരമുടൻ ഗൗതമ വേഷത്തിലെത്തി തൽപത്നിയെ വഞ്ചിച്ചു പ്രാപിച്ചു പോയി ശതക്രതു. ഗൗതമൻ പോയി മടങ്ങി വരുന്നേരം തൻ്റെ വേഷത്തിൽ ആശ്രമത്തിൽ നിന്നും പോകുന്നവനോട് കോപത്തിലാരാഞ്ഞു: ആരു നീ മായ കാട്ടുന്നു ദുഷ്ടാശഠാം?
സത്യം പറഞ്ഞില്ല എങ്കിലുടൻ ഭസ്മമാക്കിയിടും നിന്നെ ഞാൻ മൂഢാ നിസംശയം. അപ്പോഴേ ശക്രൻ പറഞ്ഞു, ക്ഷമിക്കണം രക്ഷിക്കണം കാമകിങ്കരൻ ഞാൻ മുനെ. എൻ ചിത്തദൂഷ്യത്താൽ അങ്ങുന്നിൻ പത്നിയെ പ്രാപിച്ച തെറ്റു പൊറുക്കണേ മാമുനെ. അപ്പോൾ മഹാമുനി കോപിച്ചു വേഗത്തിൽ ദേവേന്ദ്രനെ ശപിച്ചിങ്ങനെ രൂക്ഷമായി. സ്ത്രീകളിൽ ആസക്തിയുള്ള നിൻ ദേഹത്തിലായിരത്തോതിൽ ഭഗങ്ങളുണ്ടായിടും. ശാപവും നൽകി മുനി തൻ്റെ ഗേഹത്തിൽ ചെന്നു സ്വപത്നിയെ കണ്ടു ഭയന്നതായി. എങ്കിലും കൈകൂപ്പി നിൽക്കുമോ സാധ്വിയെ ദുർവൃത്തയെന്നു വിളിച്ചു ശപിച്ചുടൻ. കല്ലായി തീർന്ന് തപസ്സു ചെയ്തിടുവാൻ രാവും പകലും വെയിലും മഴയുമായി ആഹാരം വിട്ടു പരമേശ്വരൻ ഹൃദി വാഴും ശ്രീരാമനെ ധ്യാനിച്ചു സന്തതം. നിൻ തപസ്സിനെന്നും ഏകാഗ്രത കിട്ടാൻ ജന്തുവിഹീനമാകട്ടെ ഈ ആശ്രമം. ഇങ്ങനെ വർഷസഹസ്രം കഴിയുമ്പോൾ മോക്ഷത്തെ തന്നിടും ദാശരഥി ഹരി. സോദരൻ ലക്ഷ്മണനൊത്തു ജഗന്നാഥൻ പാദത്താൽ തന്നെ തൊടുമ്പോൾ നീ ശുദ്ധയായി. പാപങ്ങളൊക്കെ നശിച്ച് നീ രാമനെ പൂജിച്ചു ഭക്തിയാ സ്തുതിച്ചു നമിക്കവേ. ശാപമോക്ഷം നേടി വീണ്ടുമെൻ പത്നിയായി എൻ്റെ ശുശ്രൂഷയെ ചെയ്യും സുഖിച്ചിടും. ഇങ്ങനെ ചൊല്ലി മഹാമുനി ഗൗതമൻ സ്വസ്ഥൻ ഹിമാലയമേറി തപസ്സിനായി. എന്നിങ്ങനെ വിശ്വാമിത്ര മഹാമുനി ചൊല്ലി ശ്രീരാമ തവ പാദധൂളിയെ. കിട്ടാൻ അഹല്യ സ്വജീവിതമാരാലും കാണാൻ കഴിയാതെ പാറയായി ദുഷ്കരം ഘോര തപസ്സിൽ മുഴുകിക്കഴിയുന്നു വായുമാത്രാഹാരയായി പുണ്യഭൂവിതിൽ. ബ്രഹ്മപുത്രി മുനി പത്നി അഹല്യയെ മുക്തയാക്കേണമേ എന്നു പറഞ്ഞുടൻ ശ്രീരാമഹസ്തം പിടിച്ചു മഹാമുനി പുണ്യവതി അഹല്യാശില കാട്ടിനാൻ. രാമൻ അഹല്യയെ തൃപ്പാദം കൊണ്ടുടൻ സ്പർശിച്ചു കാരുണ്യനേത്രത്താൽ നോക്കിയും ഞാൻ തന്നെ ശ്രീരാമനെന്നു മൊഴിഞ്ഞുടൻ. ദർശനമേകി അഹല്യയ്ക്ക് വിഷ്ണുവായി സ്വന്തം ശരീരത്തെ നേടി അഹല്യയും കണ്ടു ചതുർഭുജ വിഷ്ണു സ്വരൂപനെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതവസനവും വില്ലുമമ്പും കയ്യിൽ ശംഖുചക്ര ഗദ പത്മം ധരിച്ചുമായി. കണ്ഠത്തിൽ കൗസ്തുഭം ശ്രീവത്സന്മാരിലും കാർമേഘവർണ്ണനായി താമരക്കണ്ണനായി. ശ്രീയോടും പുഞ്ചിരി തൂകുന്ന രാമനെ പത്തുദിക്കും പ്രകാശത്തെ കൊടുപ്പതായി. കണ്ടു കരഞ്ഞു അഹല്യ പുളകിത ഗാത്രയായി. നാരായണനെ അറിഞ്ഞുടൻ അർഘ്യപാദ്യം നേദ്യം നൽകി യഥാവിധി പൂജിച്ചു ദണ്ഡ നമനം സ്തവങ്ങളും. അഹല്യ പറഞ്ഞു, ശ്രീരാമചന്ദ്ര ജഗന്നിവാസ ഹരേ തൃപ്പാദധൂളി ധരിക്കയാൽ ഞാനിതാ ധന്യയായി സാർത്ഥകൃതാർത്ഥയായി ശുദ്ധയായി ഭക്തിയാ വിധി ശിവൻ തേടുന്ന രാമനാൽ. ചിത്രം വിചിത്രം തവ ലീലകൾ ഹരേ മാനസഭാവത്തിൽ മോഹിപ്പിക്കുന്നതും കാലുകളില്ലാതെ സഞ്ചരിക്കുന്നതും ആനന്ദപൂർണനായി മായയ്ക്കുനാഥനായി. വാമനമൂർത്തിതൻ തൃപ്പാദ തീർത്ഥത്താൽ തൻ്റെ കമണ്ഡലു ശുദ്ധമാക്കി വിധി ശ്രീ ശിവൻ തൻ്റെ ശിരസിൽ ധരിക്കയാൽ ദേവദേവത്വത്തെ പ്രാപിച്ചു നിർണയം. മൂന്നു ലോകങ്ങളും ശുദ്ധമാക്കുന്നൊരാ പാവന ഗംഗയിൽ മുങ്ങുമ്പോൾ പുണ്യവാൻ ഞാൻ ചെയ്ത മുജ്ജന്മ പുണ്യലേശം കൊണ്ട് നേരിൽ തവ പാദസ്പർശനം സാധ്യമായി. മർത്യാവതാരത്തിൽ അംബുജനേത്രനായി സുന്ദര രൂപമായി വില്ലാളി വീരനായി ശ്രീരാമനെന്നുള്ള നാമത്തിൽ വാഴുന്ന വിഷ്ണുവെ മാത്രം ഭജിക്കും നിരന്തരം. ബ്രഹ്മാവിനെ തൻ്റെ നാഭിപത്മത്തിലായി സൃഷ്ടിക്കു വേണ്ടി ജനിപ്പിച്ച വിഷ്ണുവിൻ രാമനാമത്തെ ജപിച്ചു രസം കൊണ്ട ശംഭുവും വേദവും നേടുന്ന കാൽപ്പൊടി. എൻ്റെ ശിരസിൽ ധരിക്കയാൽ മുക്തയായി തീർന്നൊരി ജ്ഞാനം ഭജിക്കുന്നു ഭക്തിയാൽ. ബ്രഹ്മലോകത്തിൽ സരസ്വതീ ദേവിയും നിത്യം ഭഗവാന്റെ അവതാരലീലകൾ ആനന്ദനേത്രയായി പാടി ഭജിച്ചിടാം. നിത്യൻ പരാത്മാ അനാദിയാം ദേവനെ ഉത്തമ പുരുഷൻ ഏകൻ സ്വയം പ്രഭൻ ആദ്യനെ ശേഷൻ ഭജിക്കുന്നു നിത്യവും. എങ്കിലും സജ്ജന രക്ഷയ്ക്കു പൂർണ്ണനായി മായാ ശരീരത്തിൽ വാഴുന്നു രാമനായി. സൃഷ്ടിസ്ഥിതിലയ കാരണൻ ബ്രഹ്മാശിവൻ വിഷ്ണുമൂർത്തിഭേദങ്ങളാൽ മൂന്നു ഗുണം കൊണ്ടു മായയാൽ തീർത്തൊരി ലോകം ഭരിക്കുന്നു സാക്ഷിയായ അവ്യയൻ.
ലക്ഷ്മിയെ വക്ഷസ്സിൽ സ്ഥാപിച്ചു ലാളിച്ച് പാദ തുളസിയിൽ സ്പർദ്ധയെ ഏകിയും സർവഭൂതങ്ങൾക്കും കാരണക്കാരനായി സാക്ഷിയായി ആശ്രയമേകും പരംപുമാൻ പ്രഹ്ലാദപൗത്രനെ ശുദ്ധനാക്കിയിടുവാൻ വാമനമൂർത്തി ത്രിവിക്രമവേഷനായി രണ്ടു പാദങ്ങളാൽ മൂന്നു ലോകത്തെയും ദേഹത്താൽ അന്തരീക്ഷം സ്വന്തമാക്കിയും ആക്കി അളന്നൊരാ പാദത്തെ സജ്ജനം നിത്യം സ്മരിക്കുന്നു മോക്ഷത്തിൻ നൗകയായി ഓങ്കാര ബ്രഹ്മമായി വാക്കുകൾ കന്യനായി ആകാരം പൂണ്ടു വജസ്സുകൾക്കുള്ളിലും ആകാരമെന്നെ വജസ്സാൽ നിഷേധിച്ചും ബാക്കിയായുള്ളത് സർവം താൻ എന്നതും കാരണം കാര്യം ഉപകരണം ഫലം കർത്താവെന്നിങ്ങനെ നാനാവിധത്തിലായി മായയാൽ ബുദ്ധി കൊണ്ടൊട്ടുമറിയാതെ മായാപതി പരമേശ്വര മാനുഷ ആകാശം പോലെ അകത്തും പുറത്തുമായി മാലിന്യമില്ലാത്ത സംഗമേയില്ലാത്ത നിത്യനായി ശുദ്ധനായി സത്യസ്വരൂപനായി നിശ്ചലൻ സാത്വികൻ കാമദൻ മോക്ഷദൻ അഗ്നിയും മൂഢയും സ്ത്രീയുമായുള്ള ഞാൻ എങ്ങനെ തത്വമറിയും രഘുപതേ ഭക്തിയോടെ ഏകാഗ്രമായി അനന്യയായി 100 വട്ടം ഞാൻ നമിക്കുന്നു പിന്നെയും പുണ്യപുരാണ പുരുഷ നമിപ്പു ഞാൻ ഇന്ദ്രിയനാഥ ഹൃഷികേശവല്ലഭ നാരായണ ഭക്തവത്സല രാഘവ സംസാരഭീതിയെ തീർത്തു തരേണമേ എങ്ങനെ എങ്ങെങ്ങു വാണാലും എങ്ങനെ വാണാലും ദേവാ തവ പാദ പങ്കജ ഭക്തിയെ തന്നാലും എപ്പോഴും വിഘ്നം വരാതെയും ഹേതു കൂടാതെയും ഭക്തരിൽ ഭക്തിയും എങ്ങെങ്ങു വാണാലും എങ്ങനെ വാണാലും ദേവാ തവ പാദ പങ്കജ ഭക്തിയെ തന്നാലും എപ്പോഴും വിഘ്നം വരാതെയും ഹേതു കൂടാതെയും ഭക്തരിൽ ഭക്തിയും കോടിസൂര്യന്റെ പ്രഭയുള്ള കേശവ കാർമേഘവർണ്ണനാം പങ്കജലോചന പീതവസനായി ബില്ലും ശരവുമായി കാതിൽ മകരമാം കുണ്ടലം ചാർത്തിയ സോദര ലക്ഷ്മണനൊപ്പം വിലസുന്ന ശ്രീരാമചന്ദ്ര നമസ്കരിക്കുന്നു ഞാൻ തന്നെ മുന്നിലായി നിൽക്കും ശ്രീരാമനെ താണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു പുണ്യപുരുഷന്റെ അനുവാദവും വാങ്ങി വേഗേന ഗൗതമ സന്നിധി പൂകിനാൻ സാധ്വിയാൽ ചെയ്തൊരു സ്തോത്രം പഠിച്ചവർ മുക്തി നേടും സർവപാപ വിമുക്തരായി പുത്രാഗ്രഹിക്ക് സ്വപുത്രനെ തന്നിടും വന്ധ്യയെന്നാകിലും ശ്രീരാമഭക്തിയാൽ ജ്ഞാനിയാകും ദ്വിജൻ ഭൂമിപതി നൃപൻ വൈശൻ ധനീകനും ശൂദ്രൻ കുലോന്നതൻ സർവാഭിലാഷവും നേടും സദാചാരനിഷ്ഠയാൽ സ്വന്തം കുലധർമ്മം ചെയ്യുകിൽ സജ്ജനദ്രോഹികൾ അന്യനാരീ കാമി മോഷ്ടാവ് മദ്യപൻ സോദര പീഡകൾ മാതൃപിതൃദ്രോഹി ഭോഗി ധനമോഹിയാരിലും ഹൃത്സ്ഥനാം ശ്രീരാമഭക്തിയാൽ ധ്യാനിച്ചു പശ്ചാത്തപത്തോടെ ഈ സ്തോത്രം കീർത്തിക്കുകിൽ മോക്ഷം നേടിടും നിശ്ചയം. ശ്രീകൃഷ്ണായ നമ. ശ്രീരാമായ നമ. ബാലകാണ്ഡം സർഗം 7-5 സമാപ്തം. ബാലകാണ്ഡത്തിലെ 5-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ കഴിഞ്ഞത്. 4ഉം 5ഉം 2 അധ്യായങ്ങളാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തത്. ഇനി ധനുർഭംഗം വിവാഹം എന്നതാണ്. അത് അടുത്തതിൽ കേൾക്കാം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ നാരായണ നാരായണ.